ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണേഴ്സ് ടെസ്റ്റ് എങ്ങനെയാണ് പാസ്സാവണമെന്ന്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ലേണേഴ്സ് ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ടായിരുന്നു എഴുതിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പാസ്സായിട്ടോ. പിന്നെ ആദ്യമൊക്കെ കയറിയവരൊക്കെ ഫുള്ളും ഫെയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത്. നമ്മൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവലൊക്കെ ആയിരിക്കും. നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഒരേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നതെല്ലാം. അവരുടെ ഒരു എനിക്കൊന്നു 300 താഴെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ചോദിക്കുന്നത്. അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ മെയിനായിട്ട് മിസ്റ്റേക്ക് വരുന്നത് എവിടെയൊക്കെയാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി ലേണേഴ്സ് ലൈസൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് തന്നെ നമ്മൾ ഈ ലേണേഴ്സ് ടെസ്റ്റിന് പഠിക്കുമ്പോൾ നമ്മൾ MVDയുടെ ഒരു ലീഡ്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതും ഉപയോഗിക്കുക. അതുപോലെ തന്നെ പരിവാഹൻ സേവ യിലും പോയി മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാണെന്നാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. പരിവാഹൻ സേവ എന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനെ വരും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നമ്മൾ കയറിയാൽ മതി. കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റേത് ഇപ്പോൾ കുറച്ച് സമയമെടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിലേക്ക് കയറാൻ വേണ്ടി ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു പേജ് വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം മുകളിൽ ഇൻറ്റു ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവേഴ്സ് ഓർ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും. ഈ ഒരു പേജിൽ നമ്മുടെ സ്റ്റേറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റേറ്റും കൂടി സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കണ്ടോ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ഇതിൻ്റെ മുകളിൽ തന്നെ ഇതെല്ലാം ഇൻറ്റു അടിച്ച് പോവുക. ഇതിൻ്റെ മുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഓപ്ഷനിൽ തന്നെ സെക്കൻഡ് ലാസ്റ്റ് വന്നിട്ട് മോക്ക് ടെസ്റ്റ് ഫോർ ലേണേഴ്സ് ലൈസൻസ് ഉണ്ട്. ആ ഒരു ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പേര് കൊടുക്കുക. പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ശിവദാസ് പി എന്നാണ് എഴുതുന്നത്. അപ്പോൾ ശിവദാസ് എന്ന് മാത്രം എഴുതുക. ഓക്കെ, നമ്മൾ സ്പേസൊക്കെ ഇടുകയാണെങ്കിൽ അത് എററായിട്ട് കാണിക്കും. സ്പേസൊന്നും ഇല്ലാതെ തന്നെ പേരെഴുതുക. എന്തെങ്കിലും ഒരു പേര് എഴുതാൽ മതി. നമ്മൾ സാധാരണ വെറുതെ ടെസ്റ്റ് എഴുതുന്നതാണ്. അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. ഫേക്ക് നെയിമോ അല്ലാതെ എന്തെങ്കിലും കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും ഫേക്ക് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. നമ്മൾ മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കണ്ടാൽ മതി. ഒറിജിനൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം വേറെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൻ്റെ താഴെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. നമ്മൾ ഈ ലേണേഴ്സ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ ക്യാപ്ചയും കൂടി എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാസ്വേഡും പാസ്വേഡ് പിന്നെ വേറൊരു പിൻ കോഡ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. അതും കൂടി എൻ്റർ ചെയ്താലാണ് നമ്മൾ ഇതിലേക്ക് പോകുള്ളൂ, ഈ ഒരു പേജിലേക്ക് പോകുള്ളൂ, ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകുള്ളൂ. അപ്പോഴാണ് ടൈമർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണെന്നറിയാം. അത് ഓപ്ഷൻസ് ഞെക്കുക. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടൺ ഞെക്കുക. സബ്മിറ്റ് ബട്ടൺ കുറേ തവണ ഞെക്കരുത്. അത് മൊത്തത്തിൽ ബ്ലോക്കാക്കി കളയും. ആ ഒരു സൈറ്റ് മൊത്തത്തിൽ ബ്ലോക്കാക്കി കളയും. നമ്മളെ ഡിസ്ക്വാളിഫൈ ആക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സബ്മിറ്റ് ബട്ടൻ്റെ ആ ഒരു സൈഡിലായിരിക്കും 3 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴത്തേക്കും ക്യാപ്ച വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ക്യാപ്ച നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിട്ട് എൻ്റർ ചെയ്യുന്നവരെ ആ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവില്ല. അതും നമ്മൾ ശ്രദ്ധിക്കുക. ക്യാപ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ ആണ് പൊതുവെ കാണുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യേണ്ട. ഇതുപോലത്തെ ഒന്നും അല്ല ക്യാപ്ച വരുന്നത്. ഏകദേശം കണ്ടോ ഈ ടൈപ്പാണ് ക്യാപ്ച വരുന്നത്. സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലാണല്ലോ വന്നിരിക്കുന്നത്. ഇതുപോലെയല്ല, ഒരു ചെറിയ കുട്ടിക്ക് പോലും പെട്ടെന്ന്
കണ്ടാൽ ആക്കാവുന്ന രീതിയിലുള്ള ലെറ്റേഴ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ല, ഒരു എനിക്ക് തോന്നുന്നു വൈറ്റിൽ ബ്ലൂ ലെറ്റേഴ്സ് അതുപോലെയാണ് എനിക്ക് വന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓർ റെഡ് സംതിങ് ആണ്, ഇപ്പോൾ എനിക്ക് ഓർമ്മ പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ലെറ്റേഴ്സാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അടിച്ച് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ഞെക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, സബ്മിറ്റ് ബട്ടൺ ഒറ്റ തവണ ഞെക്കിയാൽ മതി. 5-6 തവണ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സൈറ്റ് ബ്ലോക്കായിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ക്യാപ്ച ശരിയാക്കിയാൽ മാത്രമാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ക്യാപ്ച വീണ്ടും വരും. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കാതെ ക്യാപ്ച ശരിയാക്കി വീണ്ടും ഇതാക്കുക. ക്യാപ്ച എവിടെയാണ് വരുന്നത്? എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ താഴെ സബ്മിറ്റ് ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ക്യാപ്ച ചെയ്തേണ്ടത്. ഓക്കെ, അതും അപ്പോൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇത് ക്യാപ്ച എഴുതാനായിട്ട് പറ്റുന്നതാണ്. അത്യാവശ്യം കീബോർഡ് എന്താണെന്ന് അറിയാവുന്നവർക്കും, അതുപോലെ തന്നെ മൗസും കീബോർഡിലെ ലെറ്റേഴ്സ് നമുക്ക് അറിയാമല്ലോ, അതുപോലെ തന്നെ മൗസും അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞാൽ മാത്രം മതി. പേടിക്കൊന്നും വേണ്ട. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ക്യാപ്ചയാണ് വരുന്നത്, അപ്പോൾ പേടിക്കൊന്നും വേണ്ട. പിന്നെ ചിലവർ പറഞ്ഞു എവിടെയാണ് ക്യാപ്ച എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പറ്റിയത്. അത് സബ്മിറ്റ് ബട്ടൻ്റെ ഞാനിപ്പോൾ പരിവാഹൻ സേവയിൽ കാണിച്ചു തന്നില്ലേ, ആൻസർ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടണിൽ ഞെക്കേണ്ട എവിടെയാണെന്നൊക്കെ താഴെയായിട്ട് വരും സബ്മിറ്റ് ബട്ടൺ. അതിൻ്റെ തൊട്ട് മുകളിലായിരിക്കും നമുക്ക് ലേണേഴ്സ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോകുമ്പോൾ ക്യാപ്ച പ്രത്യക്ഷപ്പെടുക. ഓക്കെ, അതും ഓർത്തിരിക്കുക. പിന്നെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വേറൊരു വീഡിയോയിൽ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് പാസ്സാവുന്ന കാര്യമേ ലേണേഴ്സിനുള്ളൂ. ഓക്കെ, പേടിക്കാതെ എഴുതുക.